കോട്ടയം പിറവത്ത് മിസ്റ്റർ ബെന്നി ആൻഡ് ഫാമിലിക്ക് വേണ്ടി നെക്സസ് പുതുതായി പണി പൂർത്തീകരിച്ച വീടിന്റെ വിശേഷങ്ങളിലേക്ക്. പാടവും പറമ്പും റബ്ബറും എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ പ്ലോട്ടിലാണ് 2650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയ ഈ ഒറ്റനില വീട് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ കൊളോണിയൽ ടൈപ്പിൽ ട്രസ് ഇട്ട് റൂഫ് വർക്ക് ചെയ്തിട്ടാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മിസ്റ്റർ ബെന്നി ആൻഡ് ഫാമിലി ഈ വീടും ഞങ്ങളെയും കാണുന്നത് ഈ വീടിന്റെ ഹൗസ് വാമിങ്ങിന്റെ 4 ദിവസം മുന്നെയാണ്. യുഎസിലുള്ള ബെന്നി ആൻഡ് ഫാമിലിക്ക് 10 മാസം കൊണ്ട് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ അവരുടെ വെക്കേഷൻ സമയത്തേക്ക്, അതായത് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് 9 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും കാണുന്ന പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഡിസൈനിങ്ങിൽ പല ലെയറുകളായി എ ഫ്രെയിമും ഷോ വാളോടും കൂടി നീളൻ വരാന്തയും കൊടുത്താണ് ഈ വീടിന്റെ എലിവേഷൻ ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് മിനിമൽ ആയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് താന്തൂർ സ്റ്റോണും ലോ മെയിൻ്റെനൻസ് ഉള്ള ബഫല്ലോ ഗ്രാസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും ഫോയറിലേക്കാണ് നമ്മൾ നേരിട്ട് പ്രവേശിക്കുന്നത്. ഫോയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ മിനിമൽ ആയിട്ടൊരു ഫോമൽ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോയറിൽ നിന്ന് പ്രവേശിക്കാവുന്ന പാർട്ടീഷൻ ചെയ്ത് വേർതിരിക്കാത്ത വിശാലമായ ഈ ഹോളാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത. ഈ ഹാളിന്റെ ഒരു വശത്തായിട്ടാണ് പ്രയർ ഏരിയയും മറ്റൊരു വശത്ത് ഡൈനിങ് ടേബിളും അതിനോട് ചേർന്ന് തന്നെയാണ് ഓപ്പൺ കിച്ചണും സെറ്റ് ചെയ്തിട്ടുള്ളത്. മിനിമൽ ഡിസൈനിന്റെ ഭാഗമായിട്ട് വുഡൻ ഫിനിഷിങ്ങിലുള്ള കസ്റ്റമൈസ്ഡ് ചെയ്ത ഫേർണിച്ചറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഇന്റീരിയറിന്റെ ഭംഗി കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കേർട്ടൻസ് ആണ്. നമ്മൾ വലിയ വിൻഡോസിലെല്ലാം സീലിംഗിൽ തന്നെ ഹാങ് ചെയ്ത് നിർത്തുന്ന രീതിയിലുള്ള കേർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. സോ ഞങ്ങൾ ഇവരെ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വീടിന്റെ വീഡിയോ കണ്ടത്. പിന്നെ ഞാൻ കണ്ടു, പിന്നെ മമ്മീനെ കാണിച്ചു. അപ്പം മമ്മിക്കും ഇഷ്ടപ്പെട്ടു, ബ്രദറിനും സിസ്റ്ററിനും അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചു. പിന്നെ വീട് പണി തുടങ്ങുമ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാന്നൊക്കെ ഓർത്തിങ്ങനെ വെച്ചു. അപ്പോൾ അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അടിയിലുണ്ട്. അങ്ങനെയാണ് ഞാൻ നജീബിക്കാനെ കോൺടാക്ട് ചെയ്യുന്നതും. നമ്മൾ ഇന്നലെ കുറച്ച് സംസാരിച്ചു, എന്താണ് നമ്മുടെ പ്ലാൻസ്, ഇതാണ് ഇതൊക്കെയാണ് നമുക്ക് റിക്വയർമെന്റ്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് സംസാരിച്ചു. ഞാനായിട്ട് നജീബിനോട് സംസാരിച്ചു. അപ്പോൾ പുള്ളി ആദ്യം എനിക്ക് കുറച്ച് വീടിൻ്റെ പ്രൊപ്പോഷൻ ഇട്ട് തന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കും വൈഫിനും പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അത് ഞങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ നജീബും ഫാമിലി ആൾക്കാരെല്ലാവരും കൂടെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരുകയോ ചെയ്തത്. ഈ ഹാളിന്റെ മറ്റൊരു വശത്ത് തന്നെയാണ് ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി വലിയ വിൻഡോസ് ആണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് പാഷ്യോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഹാളിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് ഈ വലിയ വിൻഡോ കം ഡോർ. ഈ ഡോറിലൂടെയാണ് നമ്മൾ പാഷ്യോയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ വീട്ടിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീട്ടിലെ പാറ്റിയോ ആണ്. കാരണം അത്രയും കളർ കോർഡിനേറ്റഡ് ആണ്. എല്ലാം വളരെ നന്നായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാറ്റിയോ ആയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ വീടിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. ഞങ്ങൾ ഫോണിലൂടെയുള്ള മാത്രം വീടിൻ്റെ പണി ഇത്രയായി എന്നുള്ളതിൻ്റെ എല്ലാ ദിവസവും വീഡിയോസ് വരുമായിരുന്നു. വീഡിയോയിൽ കണ്ടതിലും ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്കൊരു വാവ് ഫീലിംഗ് ആയിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഒത്തിരി ഭംഗിയായിട്ട് ഉള്ള ഒരു വീടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നജീബിക്ക് എല്ലാം ചെയ്തു തരുമായിരുന്നു. ഇപ്പം ഞങ്ങൾ തന്നെ ഞാനും ചേട്ടനും കൂടെ വെറുതെ ഒരു ഊഞ്ഞാൽ വെക്കുന്ന ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്ത ദിവസം വന്നപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ വർക്കെല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായ കാര്യമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ഒരു വീട് ഞങ്ങൾക്ക് പണിത് കിട്ടാൻ സാധിച്ചത്. എല്ലാ ആൾക്കാരും നമ്മളെ അഭിനന്ദിക്കുകയാണ്. ഇത് പണിയാൻ സാധിച്ചല്ലോ എന്നുള്ള രീതിയിൽ ആൾക്കാർക്കെല്ലാം സന്തോഷമാണ്. ശരിക്കുള്ള നമ്മുടെ മെയിൻ ടെൻഷൻ എന്തായിരുന്നു പറഞ്ഞാൽ, നമ്മൾ ആരും ഇവിടെ ഇല്ല. പേരൻസും ഞാനാണെങ്കിലും എല്ലാവരും US-ലായിരുന്നു.
ഓരോ ഫേർണിച്ചേഴ്സിന്റെ സാനിറ്ററി വെയർസിന്റെ എല്ലാം നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം. ലൈക്ക് ഈ കളർ ചേഞ്ച് ചെയ്യണം, ആ കളർ ചേഞ്ച് ചെയ്യണം, അങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒരു ഹെസിറ്റേഷൻസ് കാണിച്ചിട്ടില്ല. ക്ലയന്റിന്റെ അവർക്ക് ആ മുറിയിൽ എന്താണ് വിഷൻ ഉദ്ദേശിക്കുന്നത് അത് അവര് ബ്രിങ് ചെയ്യാനായിട്ട് ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ നമുക്കൊരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഏത് ടൈമിലാണെങ്കിലും നജീബിക്ക് എത്ര തിരക്കാണെങ്കിലും നമുക്ക് വേണ്ടി ടൈം മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്താണോ വേണ്ടിയിരുന്നത് അത് ചെയ്തു തന്നു. സോ ഐ വുഡ് ലൈക്ക് ടു റിയലി താങ്ക് നെക്സസ് ഗ്രൂപ്പ് ഫോർ മേക്കിംഗ് അവർ ഡ്രീം കം ട്രൂ.